നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യ ദേവുട്ടിയെ, നിന്നെ കണ്ട പിന്നെ സുരേന്ദ്രന് സന്തോഷാവാതിരിക്കുവോ? അയാളുടെ പകുതി ദീനവും നിന്നെ കണ്ടപ്പോ മാറിയിട്ടുണ്ടാവും. ആ ഓ, മോളെ അവിടെ വിദ്യാമ്മ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും, ഉറപ്പാ. കൈമണി കൈമണി, നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും അമ്മ നിന്നെ കൈവിടില്ല. ദേവിക്ക് നിന്നെ അത്രയ്ക്കിഷ്ട. അമ്മയുടെ കടാക്ഷം നിന്നിൽ എപ്പോഴും ഉണ്ടാകും. തന്തക്കിടപ്പിലായെങ്കിലും മോളുടെ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെ എന്നും ഇങ്ങനെ അമ്പലത്തിലേക്കുള്ള മാല കെട്ടി കാലം കഴിച്ചാ മതിയോ? നമുക്ക് വേണ്ടി ഓരോ മാലയൊക്കെ കെട്ടണ്ടേ? തനിക്കെന്താ വേണ്ടേ? പെൺകുട്ടികളോട് അല്പമൊക്കെ മാനം മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? എനിക്കെന്താ വേണ്ടെന്നറിഞ്ഞാ താൻ തരുവോ? എന്നാ താടോ, ഇവളുടെ തന്ത എന്റെ കയ്യിൽ നിന്ന് എണ്ണി എണ്ണി വാങ്ങിച്ച പണം പലിശയടക്കം താൻ താടോ. മുതലും പലിശയടക്കം ലക്ഷങ്ങളാ തരാനുള്ളത്. എന്തേ, എടുക്കാൻ തന്റെലുണ്ടോ? കാശ് കടം വാങ്ങി പുട്ടടിച്ചിട്ട് ഒരു സുപ്രഭാതത്തില് വെട്ടിയിട്ട വാഴ പോലെ അങ്ങേർക്ക് ഒറ്റ കിടപ്പ് കിടന്നാ മതിയല്ലോ. ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ ഗോപി. പക്ഷേ അങ്ങനെ ഗോപി മരിച്ച് കോട്ടുവായി ഇട്ടിരിക്കാൻ എന്നെ കിട്ടില്ല. ഈ ഗഗൻ 10 കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് മുതലും പലിശ അടക്കം ഈടാക്കാനുള്ള വഴി എനിക്കറിയാം. ആ തന്തമരം ചാഞ്ഞാലെന്താ? 2 പെൺമക്കൾ ഉഷാറായിട്ട് നിൽക്കുകയല്ലേ? അതിലാണ് എന്റെ പ്രതീക്ഷ. മിണ്ടാപ്രാണിയാണെങ്കിലും ഇവളാളൊരു മിടുക്കിയാണെന്ന് എനിക്കറിയാം. ശരി മോളെ, മോള് കൊണ്ടുപോയി കൊടുത്തിട്ട്. ഹലോ, അങ്ങനെ പോയാലെങ്ങനെയാ? നമ്മളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലേ. എന്താടോ ഇത്? എന്തിനാ ഈ പാവത്തിനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ദേവിക്ക് വഴിപാട് നേർന്ന മാലയുമായിട്ട് ഇറങ്ങിയതാ ഈ കുട്ടി. അതിനെ ശല്യം ചെയ്ത മാറിക്കേ. താൻ തന്റെ കാര്യം നോക്കിക്കോ. ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. അപ്പൊ എങ്ങനെ വെച്ചേ? തന്ത വാങ്ങിയ കാശിനൊരു വഴി പറ. നിക്കടിയോടെ, എന്റെ കാര്യത്തിനൊരു തീരുമാനം പറഞ്ഞിട്ട് പോയാ മതി. അവളും അവളുടെ ഒരു വഴിപാട് മാലി.